അടിപതറുകയാണ് പാകിസ്ഥാൻ. കൃഷ്ണരാജ് ചേരുകയാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും. കൃഷ്ണൻ, ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ കണ്ടതാണ്, ആദ്യം പാകിസ്ഥാന്റെ ബാറ്റിംഗ് കണ്ടപ്പോൾ വലിയൊരു സ്കോറിലേക്ക് അവർ കുതിക്കുമോ എന്നുള്ള സംശയമുണ്ടായിരുന്നു, ഒരു ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു സംശയവും വേണ്ട, ആശങ്കയും വേണ്ട, ഭാരതം തന്നെ കപ്പുയർത്തും, ഏഷ്യ കപ്പ് ഉയർത്തും എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. 8 വിക്കറ്റുകളാണ് നഷ്ടമായിരിക്കുന്നത്. അതായത് ഭാരതത്തിന്റെ സ്പിൻ ബൗളിങ്ങിന് മുന്നിൽ, സ്പിൻ ത്രയത്തിന് മുന്നിൽ എന്ന് പറയാം, അടി പതറിക്കഴിഞ്ഞു പാകിസ്ഥാൻ, അല്ലേ? തീർച്ചയായും ആദ്യ ഓവറുകളിൽ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനമാണ് പാകിസ്ഥാന്റെ ഓപ്പണർമാർ കാഴ്ചവെച്ചത്. ഒരുപക്ഷെ 180 കുറഞ്ഞത് സ്കോർ ചെയ്യുമെന്ന് തോന്നിപ്പിച്ച ഘട്ടത്തിലാണ് മധ്യനിര അപ്പാടെ പാളിപ്പോകുന്ന കാഴ്ച നമ്മൾ കണ്ടത്. അക്ഷർ പട്ടേൽ, വരുൺ ചക്രവർത്തി, കുൽദീപ് യാദവിന്റെ ആദ്യ ഓവറൊന്നും അത്ര നന്നായിരുന്നില്ല. രണ്ടാമത്തെ ഓവറിലും സ്കോർ ചെയ്തു. 2 ഓവർ പൂർത്തിയാകുമ്പോൾ 26 റൺസോ മറ്റുമായിരുന്നു കുൽദീപിനെ സ്കോർ ചെയ്തത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് കുൽദീപിന്റെ പന്തുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. ഒരു ഓവറിൽ 3 വിക്കറ്റുകൾ എറിഞ്ഞു. അങ്ങനെ ഒരു 180-200 റൺസൊക്കെ അനായാസം എത്തുമെന്ന് കരുതിയ ഇടത്തു നിന്ന് വളരെ പതറിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവരുടെ ഫർഹാൻ 57, ഫഹർ സമാൻ 46 റൺസ് എടുത്തു. പിന്നീട് സൈം അയ്യൂബ് 14 റൺസ് എടുത്തു. പിന്നീട് അങ്ങോട്ട് ഹാരിസ് 0-ന് പുറത്താകുന്നു. ആഗ 8, ക്യാപ്റ്റൻ 8 റൺസിന് പുറത്താകുന്നു. ഹുസൈൻ തലാറ്റ് 1 റൺസിന് പുറത്താകുന്നു. നവാസ് 2 റൺസിന് പുറത്താകുന്നു. ഷഹീൻ അഫ്രീഡി 0-ന്. തൊട്ടടുത്തത് 2 പന്തുകൾ പിന്നിടുമ്പോഴേക്കും ഫഹീം അഷ്റഫ് കൂടി പുറത്താകുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അവരുടെ മധ്യനിര, അവരുടെ കോച്ചിന്റെ മുഖം തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാകും. ഒരു ഈസിയായി 180-ന് മുകളിലേക്ക് സ്കോർ എത്താൻ പറ്റുന്ന തരത്തിലേക്ക് അവരുടെ ഓപ്പണർമാർ മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കുന്നു. പിന്നീട് അങ്ങോട്ട് വിക്കറ്റുകൾ വലിച്ചെറിഞ്ഞ്, അതായത് ഇന്ത്യയാണ് തകർത്ത് കളയണം എന്ന ഒരു തോന്നൽ, ബുദ്ധിശൂന്യമായ തോന്നൽ, ആ തോന്നലിലാണ് അവർ പതറിപ്പോയത്. അതേസമയം മറുവശത്ത് വലിയൊരു സ്കോറിലേക്ക് പോകുമായിരുന്ന പാകിസ്ഥാനെ സമചിത്തതയോടെ ചിട്ടയായി സൂര്യകുമാർ യാദവ് ബൗളർമാരെ ക്രമീകരിച്ച് പൊളിച്ചു എന്ന് വേണം പറയാൻ. അത് സ്പിന്നിന് അല്പം അനുകൂലമാകുന്ന ഒരു ട്രാക്കാണെന്ന് തോന്നിയുടൻ തന്നെ ശിവൻ ദുബെയുടെ ഒരു ഓവർ, 4ാമത്തെ ഓവർ ശിവൻ ദുബെ എറിയേണ്ട എന്ന് തീരുമാനിക്കുന്നു. പകരം അവിടെ തിലക് വർമ്മയെ കൊണ്ടുവരുന്നു. ആ ഓവറിൽ 9 റൺസാണ് എടുത്തത്. അവിടെ മുതലാണ് ശരിക്കും ഒരു താഴേക്ക് പോക്ക് പാകിസ്ഥാൻ ഉണ്ടായത്, ഒരു പ്രതിരോധത്തിലേക്ക് പാകിസ്ഥാൻ പോയത്. ഏതായാലും പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് കളി പോയിട്ടുണ്ട്. അത് പറയാൻ കാരണം ഇത് ഫൈനൽ പോരാട്ടമാണ്, എന്തും സംഭവിക്കാം. കഴിഞ്ഞ നിർണായക മത്സരത്തിൽ 135 റൺസ് മാത്രം എടുത്തിട്ട് ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തിയ ടീമാണ് പാകിസ്ഥാൻ. പക്ഷേ ഇത് ഒരു ഫ്ലാറ്റ് വിക്കറ്റാണ്, ബാറ്റിലേക്ക് പന്ത് അനായാസം എത്തുന്ന ഒരു വിക്കറ്റാണ് എന്നതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 9 വിക്കറ്റുകൾ പാകിസ്ഥാൻ നഷ്ടമായി കഴിഞ്ഞു എന്നാണ്. അതെ, 9ാമത്തെ വിക്കറ്റും വീണിരിക്കുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പാളിപ്പോയ ഒരു ബാറ്റിംഗ് ആയി മാറുന്നു പാകിസ്ഥാന്റേത്. ആദ്യ പകുതിയിൽ 10, 11, 12 ഓവർ വരെയും അവരുടെ കയ്യിലിരുന്ന കളിയാണ്, അവരുടെ കൈവശം വരുന്ന കളിയാണ്. പക്ഷെ ഒരു കാര്യം കൂടി പറയാം, ഒരു ഫ്ലാറ്റ് ട്രാക്കിൽ 135, 180 ഒന്നും ഒരു സ്കോറല്ല. 180 ആണെങ്കിൽ പോലും ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡൻസ്, ഇന്നാകട്ടെ ഹർദിക് പാണ്ഡ്യയ്ക്ക് വരെ ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാൻ, പരിക്കേറ്റ ഹർദിക് പാണ്ഡ്യയ്ക്ക് പകരം റിങ്കു സിംഗ് ടീമിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ബാറ്റിംഗിൽ കുറച്ചുകൂടി ഡെപ്ത് ഉള്ള ഒരു ടീമായി ഇന്ത്യ മാറിയിട്ടുണ്ട്. തുടക്കത്തിൽ അഭിഷേക് ശർമ്മ എന്ന ബാറ്ററെ പിടിച്ചു കെട്ടാൻ പാകിസ്ഥാൻ ആയില്ലെങ്കിൽ ഉറപ്പായും ഏഷ്യ കപ്പ് ഇന്ത്യയുടെ കൈകളിൽ തന്നെ. അതായത് കൃഷ്ണൻ, ഇനി ഇന്ത്യയുടെ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് നമുക്ക് കാത്തിരിക്കുന്നത്. അത്രത്തോളം ആ ദുബായ് സ്റ്റേഡിയത്തിലേക്ക് ഇരമ്പിയെത്തിയ ഭാരതത്തിന്റെ ആരാധകരെ തൃപ്തിപ്പെടുത്തും നമ്മുടെ ബാറ്റിംഗ് നിര എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം അഭിഷേക് ഉണ്ട്, സൂര്യകുമാറുണ്ട്, സഞ്ജു സാംസൺ ഉണ്ട്. മലയാളികളൊക്കെയും സഞ്ജുവിന്റെ ബാറ്റിങ്ങിന്റെ കരുത്ത് ഒന്നുകൂടി കാണാൻ കാത്തിരിക്കുകയാണല്ലേ? തീർച്ചയായും ഇന്ത്യയുടെ ബാറ്റിംഗ് നിര അത്രമേൽ ഭദ്രമായതാണ്. അഭിഷേക് ശർമ്മ, ശുഭ്മാൻ ഗിൽ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, സഞ്ജു സാംസൺ, ശിവൻ ദുബെ, റിങ്കു സിംഗ്, അക്സർ പട്ടേൽ വരെ ടോപ്പ് ക്ലാസ് ബാറ്റേഴ്സ് ആണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇന്ന് ശുഭ്മാൻ ഗില്ലിന് ഒരു കൃത്യമായ റോളുണ്ട്. കാരണം തീരെ അങ്ങ് ആക്രമിച്ച് കളിക്കുകയല്ല, മറുവശത്ത് അഭിഷേക് ശർമ്മയ്ക്ക് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കളിക്കുക എന്നൊരു റോള് ഉറപ്പായും ഇന്ത്യയുടെ ടെസ്റ്റ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനുണ്ട്. ശുഭ്മാൻ ഗിൽ ആ ആങ്കർ റോളിലേക്ക് വന്നാൽ ഇന്ത്യക്ക് വളരെ ഈസിയാണ്, ഉറപ്പാണ് കപ്പ് ഉയർത്താം. മറ്റൊന്ന് 6-0 എന്നൊക്കെ റൌഫ് കാണിച്ചല്ലോ, ഇന്ന് 3-0 ആണ് ജയിച്ചു കഴിഞ്ഞാൽ, അതും മറക്കണ്ട. അതെ കൃഷ്ണൻ, ഒപ്പം തന്നെ നമുക്കറിയാം ഈ മത്സരത്തിന്റെ ആ ഒരു ഗതി നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ആദ്യം ആ പേസിംഗ് നിരയെ
നേരിട്ട് ഭേദപ്പെട്ട സ്കോറിലേക്ക് പാകിസ്ഥാനെ കൊണ്ടുപോകാൻ സാധിച്ചു. അവിടെയാണ് സൂര്യകുമാർ യാദവ് എന്ന ക്യാപ്റ്റൻ കൃത്യമായി ആ സ്പിൻ നിരക്ക് ബൗളിംഗ് ഏൽപ്പിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് കുൽദീപ് യാദവിന്റെ നേതൃത്വത്തിൽ അരിഞ്ഞു വീഴ്ത്തിക്കഴിഞ്ഞു പാകിസ്ഥാനെ, അല്ലേ? തീർച്ചയായും അവരുടെ ടാർഗറ്റ് ബുംറയാണ്. കാരണം ലോകത്തിൽ ഇത്രയേറെ വ്യത്യസ്തമായ പന്തുകൾ എറിയുന്ന, അപ്രതീക്ഷിതമായ വിക്കറ്റുകൾ എടുക്കാൻ കഴിയുന്ന, ബാറ്റ്സ്മാനെ ഞെട്ടിപ്പിക്കുന്ന പന്തുകൾ തുടരെ എറിയാൻ കഴിയുന്ന ഒരു ബൗളറാണ്, ലോകത്തിലെ ഏറ്റവും മികച്ച ബൗളർ. അതായത് ഇന്ത്യൻ ടീമിൽ ചുരുങ്ങിയ കാലം കൊണ്ട് ഇതിഹാസ താരമായ ഒരാളാണ് ജസ്പ്രീത് ബുംറ. ബുംറയെ ടാർഗറ്റ് ചെയ്യുക എന്നതായിരുന്നു പാകിസ്ഥാന്റെ ലക്ഷ്യം. അത് സൂപ്പർ ഫോറിൽ നമ്മൾ കണ്ടു. ഇന്നും അവരതിന് ശ്രമിച്ചു. പക്ഷേ ബുംറ ഒരു പക്ഷേ ബുംറ ഒരല്പം താഴേക്ക് പോയാൽ അവിടെ എറിയാൻ ഇന്ത്യയുടെ സ്പിന്നർമാരുണ്ടെന്ന കാര്യം മറന്നുപോയി. അതാണ് ഞാൻ പറഞ്ഞത്, അവരാണ് ഈ കളി ഇന്ത്യയുടെ കയ്യിൽ കൊണ്ടുതന്നത്. കാരണം കുറച്ച് സമചിത്തതയോടെ കളിച്ചെങ്കിൽ, ഇന്ത്യ ആയതുകൊണ്ട് അങ്ങ് അടിച്ചു തകർത്ത് കളയാവുന്ന തോന്നലാണ് അവർക്ക് ഏറ്റവും വലിയ, അതായത് വൈകാരികമായി കളിക്കാൻ ശ്രമിച്ചതാണ് പാകിസ്ഥാന് ഈ വലിയൊരു സ്കോറിലേക്ക് പോകാമായിരുന്നത് അപ്പാടെ പാളിപ്പോയത്. ഇല്ലെങ്കിൽ ഒരു പക്ഷേ അവർക്ക് ആ മധ്യനിരയൊക്കെ കുറച്ചുകൂടി പിന്നിലേക്ക് ഇറങ്ങി വന്ന് കളിച്ച് അവസാന ഓവറിൽ ആഞ്ഞടിക്കാമായിരുന്നു. പക്ഷെ അതിനല്ല അവർ ശ്രമിച്ചത്. ഇന്ത്യ ആയതുകൊണ്ട് അങ്ങ് തകർത്ത് കളയാം എന്നൊരു തോന്നൽ അവർക്കുണ്ടായിരുന്നു. ആ ബുദ്ധിശൂന്യമായ പ്രകടനമാണ് അവരെ ഇപ്പോൾ പ്രതിരോധത്തിലേക്ക് കൊണ്ടുപോയത്. കൃഷ്ണൻ, ഈ മത്സരത്തിൽ ഉടനീളം ബുദ്ധിശൂന്യമായ ഒരു മത്സരം തന്നെയാണ്, ഒരു പ്രകടനം തന്നെയാണ് പാകിസ്ഥാൻ കാണിച്ചതെന്ന കാര്യത്തിലുള്ള സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഭാരതത്തിന് യോജിച്ച ഒരു എതിരാളിയാണോ പാകിസ്ഥാൻ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. കാരണം അത്രമേൽ ശുഷ്കമായ, അത്രമേൽ ശിഥിലമായ, ദുർബലമായ ഒരു ബൗളിംഗ് നിരയാണ് പാകിസ്ഥാനുള്ളത്, ഒരു ബാറ്റിംഗ് നിരയാണ് പാകിസ്ഥാനുള്ളത്. അവിടെ അരങ്ങ് വാഴുകയാണ് ഭാരതത്തിന്റെ താരങ്ങളൊക്കെയും, അല്ലേ? അല്ല, സൂര്യകുമാർ യാദവ് കഴിഞ്ഞ മത്സരത്തിന് ശേഷം പ്രസ് കോൺഫറൻസിൽ ഈ പരമ്പരാഗത വൈരികൾ, ബദ്ധശത്രുക്കൾ എന്നൊക്കെ നിങ്ങൾ എന്തിനാണ് വിശേഷിപ്പിക്കുന്നത്? ഇപ്പോ 20 മാച്ചസ് എടുത്താൽ അതിൽ 15 അല്ലെങ്കിൽ 10 ആണെങ്കിൽ ബദ്ധശത്രുക്കളാണ്, തുല്യശക്തികളാണെന്നൊക്കെ നിങ്ങൾക്ക് പറയാം. ദയനീയമായ റിസൾട്ടുകൾ തുടരെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ അങ്ങനെ ബദ്ധശത്രുക്കൾ എന്നൊക്കെ പറയുന്നതെന്ന് സൂര്യകുമാർ യാദവ് കൃത്യമായി പറഞ്ഞു വെച്ചതാണ്. ഞാൻ പറഞ്ഞാൽ കുറച്ചുകൂടി മൂർച്ചയേറിയ ഒരു ക്യാപ്റ്റനാണ് സൂര്യകുമാർ യാദവ്. നിലപാടുകളുള്ള ഒരു ക്യാപ്റ്റനാണെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നമ്മൾ ടോസ് ടൈമിൽ ഷെയ്ഖ് ഹാൻഡ് കൊടുക്കില്ല എന്ന് പറഞ്ഞു, ഓപ്പറേഷൻ സിന്ദൂർ പറഞ്ഞു. മാത്രമല്ല പെഹൽഗാമിലെ മരിച്ചു വീണവരുടെ ഒപ്പമാണ് ഞങ്ങൾ, അവരുടെ കുടുംബത്തിനൊപ്പമാണ് ഞങ്ങൾ എങ്ങനെയാണ് അവർക്ക് കൈ കൊടുക്കുക എന്ന് ചോദിച്ചു. അപ്പോൾ കൃത്യമായ നിലപാടുള്ള ഒരു ക്യാപ്റ്റൻ. അയാൾക്ക് വീണു കൊടുക്കാൻ പറ്റില്ല. അതാണ്, കയ്യിൽ നിന്ന് പാകിസ്ഥാൻ പറിച്ചെടുത്തു കൊണ്ടുപോയ ഒരു മത്സരത്തെ തിരിച്ചു പിടിക്കുകയാണ് അയാൾ ബുദ്ധി ഉപയോഗിച്ച്. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യൻ ക്യാപ്റ്റൻ ബുദ്ധി ഉപയോഗിച്ച് കളത്തിൽ കൈവിട്ടു പോയത് തിരിച്ചു പിടിക്കുമ്പോൾ കയ്യിലുണ്ടായിരുന്നത് വിവേകശൂന്യമായ കളി കളിച്ച്, ഇന്ത്യ ആയതുകൊണ്ട് തോൽപ്പിച്ചേ തീരൂ, അടിച്ചു തകർക്കണമെന്ന ഒറ്റ ചിന്തയാൽ കളിച്ചതാണ് ഒരുപക്ഷെ അവർക്ക് ഈ വലിയൊരു പ്രതിരോധത്തിലേക്ക് പോകേണ്ടി വന്നത്. ഒരു പകുതിയെ പൂർത്തിയാകാൻ പോകുന്നുള്ളൂ, അടുത്ത പകുതിയുണ്ട്. അവിടെ സ്വാഭാവികമായ ഇന്ത്യയുടെ ഫോം അനുസരിച്ച് അനായാസം ഇന്ത്യക്ക് ഏഷ്യ കപ്പ് ഉയർത്താം. പക്ഷെ അത്രമേൽ ആവേശത്തോടെ, അത്രമേൽ വൈകാരികമായി ഒരിക്കൽ കൂടി ഒന്ന് ആഞ്ഞടിക്കണമെന്ന് പാകിസ്ഥാൻ തീരുമാനിച്ചാൽ മാത്രമാണ് എന്തെങ്കിലും തരത്തിൽ ഒരു പ്രതിരോധത്തിലേക്ക് പോകാൻ. പക്ഷെ അങ്ങനെ പാകിസ്ഥാൻ തീരുമാനിച്ചു കഴിഞ്ഞാലും അവരുടെ ബൗളിംഗ് പട അത്രത്തോളം ശക്തമാണോ? ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ ഈ കരുത്തുറ്റ അഭിഷേകും സൂര്യകുമാറും ഗില്ലും സഞ്ജുവും ഒക്കെയുള്ള ആ കിടയറ്റ ബാറ്റിംഗ് നിരയെ ഒന്ന് പോറലേൽപ്പിക്കാൻ സാധിക്കുമോ അവർക്ക്? അതിന് സാധ്യതയില്ല എന്ന് വേണം കഴിഞ്ഞ മത്സരങ്ങളിലെ പ്രകടന മികവ് കണ്ടാൽ മനസ്സിലാക്കാൻ. കാരണം ഈ ഒരിക്കൽ ഉമർ ഗുൽ എന്നൊരു ബൗളർ വീരേന്ദ്ര സേവാഗിനെ എങ്ങനെ പുറത്താക്കണം എന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞു. ആ വേൾഡ് കപ്പ് മത്സരത്തിൽ ഉമർ ഗുലിന്റെ ആദ്യത്തെ ഓവറിൽ 5 ബൗണ്ടറികളാണ് വീരേന്ദ്ര സേവാഗ് അടിച്ചത്. ആ വീരേന്ദ്ര സേവാഗിന്റെ ചേട്ടനാണ് ഒരു തരത്തിൽ കളി വെച്ച് നോക്കിയാൽ അതിനേക്കാൾ അഗ്രസീവാണ് അഭിഷേക് ശർമ്മ എന്ന താരം, ഒരു സംശയം വേണ്ട. അപ്പോ അങ്ങനെ ഒരു താരം അങ്ങ് അഴിഞ്ഞാടിയാൽ പിന്നെ ഒരു രക്ഷയുണ്ടാവില്ല. പക്ഷെ അവിടെ അപ്പോഴും ഞാൻ പറയാം, മറുവശത്ത് ശുഭ്മാൻ ഗില്ലിനെ പോലെ, സൂര്യകുമാർ യാദവിനെ പോലെ അഗ്രഷനിലേക്ക് പോകാതെ തന്നെ മത്സരം ജയിപ്പിക്കാൻ ശേഷിയുള്ള ഒരുപിടി താരങ്ങൾ, സഞ്ജു സാംസൺ അവിടെയുണ്ട്, റിങ്കു സിംഗ് ഉണ്ട്, അക്സർ പട്ടേൽ ഉണ്ട്. അങ്ങനെ സമൃദ്ധമായൊരു മധ്യനിര, അത് വാലറ്റം വരെയും അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അത് ഒരു പരിധി വരെ, അതായത് അക്സർ പട്ടേൽ 7-ാമതോ 8-ാമതോ
അടിമുടി പതറിക്കഴിഞ്ഞു, എല്ലാവരും ഔട്ടായി കഴിഞ്ഞു. ഇനി ഭാരതത്തിന്റെ അരങ്ങ് വാഴുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിലുള്ളതല്ലേ? തീർച്ചയായും വിജയലക്ഷ്യം അപ്രാപ്യമായ ഒന്നേ അല്ല. മാത്രമല്ല, നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് ഒരു ഫ്ലാറ്റ് ട്രാക്കാണ്, ഒരു സംശയം വേണ്ട. പന്ത് ബാറ്റിലേക്ക് വരുന്ന ഒരു ട്രാക്കാണ്. അതായത് ബാറ്റ്സ്മാനെ ഏറെ വിഷമിപ്പിക്കുന്ന ഒരു ട്രാക്ക് ഒന്നുമല്ല. അത് നമ്മൾ മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ന്യൂ ബോൾ ആയിട്ട് പോലും ഈസിയായി പാകിസ്ഥാൻ കളിക്കുന്നത്. അതായത് കൃഷ്ണ, 147 റൺസ് എന്ന വിജയലക്ഷ്യം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം അനായാസമാണ്. ഒരു വിജയലക്ഷ്യമേ അല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഈ കരുത്തുറ്റ ബാറ്റിംഗ് നിര മുന്നിലുള്ളപ്പോൾ, അല്ലേ? തീർച്ചയായും ഇന്ത്യക്ക് അനായാസം മറികടക്കാവുന്ന ഒരു സ്കോർ തന്നെയാണ്, ഒരു സംശയം വേണ്ട. പക്ഷേ ഇത് ഫൈനൽ മത്സരമാണെന്നുള്ള ഒരു സമ്മർദ്ദത്തിന് ഇന്ത്യ വീഴാതിരുന്നാൽ മാത്രം മതി. അത്ര മാത്രമേ ഉള്ളൂ. 8 ബാറ്റ്സ്മാൻമാർ ഇപ്പോൾ തന്നെ ഇന്ത്യക്ക് ഉണ്ട്. ഒന്നാം തരം ഓപ്പണിംഗ് കൂട്ടുകെട്ട്, പിന്നീട് അങ്ങോട്ട് മധ്യനിര, വാലറ്റം പോലും കരുത്തുറ്റതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അപ്രാപ്യമായൊരു ലക്ഷ്യമൊന്നുമല്ല. പക്ഷെ അവിടെ എടുത്തു പറയേണ്ടത് ഒരു 50 റൺസെങ്കിലും അധികം അടിക്കാമായിരുന്നത് ഇന്ത്യയുടെ തന്ത്രങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാൻ അടിയറവ് പറയുകയായിരുന്നു ആദ്യ പകുതിയിൽ. കൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ ഈ അസ്കർ പട്ടേൽ അടക്കമുള്ള ബൗളിംഗ് നിര, അവർ ബാറ്റിംഗ് നിര കൂടിയാണ്. അത്രത്തോളം മികച്ചതാണ് ഓരോ ബാറ്റർമാരും ഭാരതത്തിന്റെ. അവർ ബൗളർമാരാണ് എന്ന രീതിയിലാണ് ഖ്യാതി നേടിയതെങ്കിലും ബാറ്റർ എന്ന രീതിയിൽ കൂടി അവർക്ക് പവർ കാണിക്കാൻ, അവർക്ക് കഴിവ് കാണിക്കാൻ കഴിയുമെന്ന് ഓരോ മത്സരത്തിലും തെളിയിച്ചതാണ്. അത് വരുൺ ആയിക്കഴിഞ്ഞാലും, കുൽദീപ് ആയിക്കഴിഞ്ഞാലും, അസ്കർ ആയിക്കഴിഞ്ഞാലും, ബുംറ ആയിക്കഴിഞ്ഞാലും അങ്ങനെയുള്ള ഒരു ബാറ്റിംഗ് നിരയ്ക്ക് മുന്നിൽ ഇനി കാത്തിരിക്കുന്നത് അവരുടെ ബൗളിംഗ് നിരയാണ്. ഇപ്പോൾ സ്പിൻ നിരയാണ് പാകിസ്ഥാനെ അപ്പാടെ തളർത്തിയതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ നോക്കുമ്പോൾ പാകിസ്ഥാന്റെ ഒരു ബൗളിംഗ് നിരയെ നമുക്ക് എങ്ങനെ വിലയിരുത്താം കൃഷ്ണ? പാകിസ്ഥാന്റേത് ഒരു പരിധിവരെ ഷാഹിൻ അഫ്രീദി എന്ന ബൗളറെ ആശ്രയിച്ചാണ്. അതായത് അവർ ബുംറയോടൊക്കെ സ്വയം സാമ്യപ്പെടുത്തുന്ന ഒരു കളിക്കാരനാണ്. കഴിഞ്ഞ ദിവസം അവരുടെ അക്മൽ എന്ന താരം പറഞ്ഞത്, മുൻ താരം പറഞ്ഞത്, ഞങ്ങളുടെ വൺ ഡൗൺ ബാറ്റ്സ്മാൻ അഭിഷേക് ശർമ്മയേക്കാൾ അഗ്രസീവായ കളിക്കാരനാണ് എന്നാണ്. പക്ഷേ അഭിഷേക് ശർമ്മ ഈ മത്സരത്തിൽ ഏഷ്യ കപ്പിൽ ഉടനീളം മികച്ച ഫോമിലാണ്. വളരെ അനായാസം സ്കോർ ചെയ്യുന്നു. എല്ലാ പന്തും അടിച്ചു കളയുന്ന തരത്തിലുള്ള ഒരു മികവാണ് കാണിക്കുന്നത്. അപ്പോൾ ഏത് പന്തിനെയും അതിർത്തിക്കപ്പുറം പായിക്കാൻ കെൽപ്പുള്ള അഗ്രസീവായത് ആദ്യ പന്ത് തന്നെ 6 അടിച്ചാലും സന്തോഷമാണ് അഭിഷേക് ശർമ്മയ്ക്ക്. അപ്പോൾ കഴിഞ്ഞ പാകിസ്ഥാനെതിരെ മത്സരത്തിൽ നമ്മളത് കണ്ടതാണ്. ഷാഹിൻ അഫ്രീയുടെ ആദ്യ പന്ത് തന്നെ വിക്കറ്റിന് പിന്നിലൂടെ ഒരു 6 പറത്തുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായി അഭിഷേക് ശർമ്മ, ശുഭ്മാൻ ഗിൽ, അതായത് കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന, അതായത് സമചിത്തതയോടെ കളിക്കാൻ പറ്റുന്ന ഒരു ബാറ്ററാണ് ശുഭ്മാൻ ഗിൽ. മാത്രമല്ല അയാൾക്ക് റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്. കാരണം ഇന്ത്യയുടെ ടെസ്റ്റ് ക്യാപ്റ്റനാണ്, വൺ ഡേ ക്യാപ്റ്റനാണ്. സ്വാഭാവികമായും ഒരു മികച്ച പ്ലെയറാണ്. സാങ്കേതിക തികവുള്ള രാഹുൽ ദ്രാവിഡിനെ പോലെയൊക്കെ എല്ലാം ടെക്നിക്കൽ പെർഫെക്റ്റ് ആയ ഒരു ബാറ്റ്സ്മാനാണ് ശുഭ്മാൻ ഗിൽ. അയാൾക്ക് ഒരു ആങ്കർ റോൾ എടുക്കാൻ പറ്റും. ഇനി വൺ ഡൗൺ വരുന്ന സൂര്യകുമാർ ആണെങ്കിൽ അങ്ങനെ, അതുപോലെ വിവേകത്തോടെ കളിക്കാൻ പറ്റും. തിലക് വർമ്മയാണെങ്കിൽ അഗ്രസീവാണ്, അല്ലാതെ തന്നെ ക്ലാസ്സായി കളിക്കാൻ അറിയാവുന്ന പ്ലെയറാണ്. സഞ്ജു സാംസൺ വരുന്നുണ്ട്, റിങ്കു സിംഗ് വരുന്നുണ്ട്, അക്സർ പട്ടേൽ വരുന്നുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ആഴമേറിയ ബാറ്റിംഗ് നിര ഇന്ത്യക്കുണ്ട്. അത് അടിപതറില്ലെന്ന് ഉറപ്പുള്ള ബാറ്റിംഗ് നിരയാണ്. ഫൈനൽ പോരാട്ടമാണ്. സമ്മർദ്ദം എന്നൊന്നില്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഇന്ത്യയുടെ വിജയം ഉണ്ടാവും. ഏതായാലും കൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ ഫൈനൽ പോരാട്ടമാണ്. സമ്മർദ്ദം സ്വാഭാവികമായും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സമ്മർദ്ദം ഒട്ടുമേ ഇല്ല എന്ന് വേണം ഈ മത്സരം, ഈ കളിയുടെ ആദ്യഘട്ടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. കാരണം എതിരാളി പാകിസ്ഥാനാണ്. ഒന്നുമല്ല പാകിസ്ഥാൻ ഭാരതത്തിൻ്റെ ചുണക്കുട്ടികൾക്ക് മുന്നിലെന്നത് കൃത്യമാണ്, വ്യക്തമാണ്. ഏതായാലും 146 റൺസിനാണ് ആടി ഉലഞ്ഞ് തകർന്നു വീണിരിക്കുന്നത് പാകിസ്ഥാൻ. 147 റൺസ് എന്ന ഭാരതത്തിന്റെ വിജയലക്ഷ്യം അനായാസം മറികടക്കുന്നത് കാണാൻ ഇനി നിമിഷങ്ങളുടെ കാത്തിരിപ്പ് മാത്രം. കൃഷ്ണരാജാണ് സ്പോർട്സ് ഡെസ്ക് ഇതിന് വിശദാംശങ്ങൾ നൽകിയത്.